الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما സത്യ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ റബ്ബിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ സേവനങ്ങൾ ചെയ്യുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 21, 22 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ ഏതു ഘട്ടത്തിലും സത്യവിശ്വാസി പടച്ച റബ്ബിൽ തവക്കുലാക്കേണ്ടവനാണ്. ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ബാക്കി പടച്ച റബ്ബിൽ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ് തവക്കുലിന്റെ ശരിയായ രീതി. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ റബ്ബിൽ തവക്കുലാക്കി എന്ന് പറഞ്ഞിരിക്കൽ തവക്കുലല്ല എന്നും, അതേസമയം പടച്ച റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് ബാഹ്യമായി നാം ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം അവലംബിക്കൽ അതും ശരിയായ രീതിയല്ല എന്നും കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. തവക്കുലുമായി ഏറെ ബന്ധമുള്ള ഒന്നാണ് യഖീൻ
പടച്ച റബ്ബിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം, ഉറപ്പ് കേവലം വിശ്വാസമല്ല, ദൃഢമായ വിശ്വാസമാണ്. യൂഖിനൂൻ, മൂഖിനൂൻ തുടങ്ങിയ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളമായി കാണാൻ കഴിയും. പടച്ച റബ്ബിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം, അവന്റെ തീരുമാനമാണ്, അവന്റെ നിയന്ത്രണമാണ് ലോകത്തുടനീളം നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നടക്കുന്നില്ല, നടക്കയില്ല എന്ന അത്രയും ഉറച്ച ബോധ്യമാണ് യഖീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പിടിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശങ്ങൾ ഹദീസിൽ കാണാൻ കഴിയും. യാ ഗുലാം എന്ന് വിളിച്ചുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, പൊന്നു മോനെ എന്നർത്ഥം. എനിക്ക് ചില വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ചില വചനങ്ങൾ ഞാൻ എനിക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉപദേശങ്ങൾ ആരംഭിച്ചത് തന്നെ. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 5-6 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് എന്ന ചെറുപ്പക്കാരനായ 20 വയസ്സിൽ താഴെയുള്ള ആ കുട്ടിക്കന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമതായി പറഞ്ഞത് ഇഹ്ഫദില്ലാഹ യഹ്ഫദുക ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. നീ റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണം, എങ്കിൽ പടച്ച റബ്ബിന്റെ കാവൽ നിനക്കുണ്ടാകും. പടച്ച റബ്ബിന്റെ കാര്യങ്ങൾക്ക് നീ മുന്തിയ പരിഗണന നൽകി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിന്റെ ഏതു വിപൽഘട്ടത്തിലും ഏതു വിഷയത്തിലും പടച്ച റബ്ബിനെ നിന്റെ മുമ്പിൽ നിനക്ക് കണ്ടെത്താൻ കഴിയും. എല്ലാ വഴിയും അടഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ, രക്ഷയില്ല എന്ന് വിചാരിക്കുന്നിടത്തൊക്കെ പടച്ച റബ്ബിന്റെ ഒരു കാവൽ, സംരക്ഷണം നിനക്കുണ്ടാകുമെന്നാണ് ഒന്നാമത്തെ ഉപദേശമായി നൽകിയത്. അത് മനുഷ്യ മനസ്സിൽ യഖീൻ ഉറപ്പിക്കാൻ ആവശ്യമായ ബോധ്യമാണ് ആ ഒരു പരാമർശത്തോടെ നബി തങ്ങൾ നിർവഹിച്ചത്. ഹദീസിന്റെ അവസാന ഭാഗവും തന്നെയാണ് ആവർത്തിച്ചു പറഞ്ഞു, നീ അറിയണം, എല്ലാവരും നിനക്കെതിരായി ഒരുമിച്ച് കൂടിയാലും ശരി, എല്ലാവരും സംഗമിച്ചു, എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ, ഒരു ഉപദ്രവം ചെയ്യാൻ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി, ലം യൻഫഊക ഇല്ലാ മാ കതബല്ലാഹു ലക, പടച്ച റബ്ബ് കണക്കാക്കിയതല്ലാത്ത ഒരു ഉപകാരവും ചെയ്യാൻ അവർക്കാർക്കും സാധ്യമല്ല. എല്ലാവരും ഒരുമിച്ച് കൂടി അലാ അൻ യദുറൂക, നിനക്ക് പ്രയാസമുണ്ടാക്കാനാണ് എല്ലാവരും കൂടെ കൂടിയത്. നിന്നെ പ്രയാസപ്പെടുത്താൻ, നിന്നെ പരാജയപ്പെടുത്താൻ, നിനക്ക് പാരവെക്കാൻ, നിന്റെ കാര്യങ്ങളിൽ അവരിടപെടാനാണ് അവർ തീരുമാനിച്ചത് എങ്കിൽ ലൻ യദുറൂക ബിശൈഇൻ, ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയുകയില്ല അല്ലാഹു തആല കണക്കാക്കിയതല്ലാതെ. എല്ലാം രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. റുഫിഅത്തിൽ അഖ്ലാം വജുഫത്തിൽ സുഹുഫ്, എല്ലാം രേഖപ്പെട്ട് കഴിഞ്ഞു, ആ പേനകൾ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു, ഏടുകൾ ഉണങ്ങിക്കഴിഞ്ഞു. അത് പ്രകാരമല്ലാതെ ഇനി കാര്യങ്ങൾ നടക്കയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബോധ്യമുണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് യഖീന്, അതാണ് ഉറപ്പ് എന്ന് പറയുന്നത്. ആ യഖീൻ വരുമ്പോഴാണ് തവക്കുലായി പുറത്തേക്ക് വരിക. പടച്ച റബ്ബിന്റെ തീരുമാനമാണ്, അവന്റെ ഖദാ ഖദറാണ്. എന്റെ എല്ലാ കാര്യത്തിലും പടച്ച റബ്ബിന്റെ പ്രവർത്തനമാണ്, അവന്റെ മശീഅത്താണ്, അവന്റെ ഹിക്മത്താണ് എല്ലാത്തിലും നടക്കുന്നത് എന്ന ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. ഫഅലുൽ ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്ന എല്ലാം ചെയ്യുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, നിങ്ങളുടെ ഉദ്ദേശം പോലും പടച്ച റബ്ബിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. റബ്ബ് ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ എല്ലാം പടച്ച റബ്ബിന്റെ ഹിക്മത്താണ്, അവന്റെ ഇറാദത്താണ്, പടച്ച റബ്ബിന്റെ തീരുമാനവും ഉദ്ദേശവുമാണ് ലോകത്ത് നടക്കുന്നത്. അതെല്ലാം അല്ലാഹു തആല കൃത്യമായ തത്വമുണ്ട്, ഒരു ഹിക്മത്തുണ്ട്. ഹിക്മത്ത് പ്രകാരം അല്ലാതെ പടച്ച റബ്ബ് ഒന്നും ചെയ്യാറില്ല.
കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചു. അത് നമ്മളൊക്കെ പലരും ഒരു ലക്ഷ്യവുമില്ലാതെ ചെയ്യുന്നവരാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹിക്മത്തില്ലാതെ ഒന്നും പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് ഇറാദത്ത് പ്രകാരമുള്ള മശീഅത്ത് ഉദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് ദുനിയാവ് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കാര്യത്തിലും അതാണ്, എന്റെ ജീവിതത്തിലും അതാണ്, എന്റെ ഏതേത് കാര്യങ്ങളും പടച്ച റബ്ബിന്റെ തീരുമാനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെ ഒരുമിച്ച് കൂടിയാലും ശരി, എന്നെ ഇല്ലാതാക്കാൻ, എന്നെ പരാജയപ്പെടുത്താൻ, എന്നെ ഒറ്റപ്പെടുത്താൻ, എന്റെ കാര്യങ്ങളെ മുടക്കാൻ, എന്റെ വിഷയങ്ങളിൽ പ്രയാസമുണ്ടാക്കാൻ ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ശരി, ഒരു ഉപകാരവും ചെയ്യുകയില്ല. പടച്ച റബ്ബ് കണക്കാക്കിയതല്ലാത്ത, അല്ല തീരുമാനിക്കാത്ത ഒരു കാര്യം ചെയ്തു തരാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ഒരു ഉപദ്രവമേൽപ്പിക്കാനും ആരെക്കൊണ്ടും സാധ്യമല്ല. അതിനെ ഉറപ്പിക്കുക എന്ന് നിമിതങ്ങൾ ശേഷം പറഞ്ഞു. അതിനാൽ ഈ സഹായം ചോദിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിനോട് സഹായം ചോദിക്കുക. നീ തേടുന്നുവെങ്കിൽ പടച്ച റബ്ബിനോട് തേടുക. അല്ലാത്ത ആരോട് തേടിയാലും, ആരോട് സഹായത്തെ അഭ്യർത്ഥിച്ചാലും അവർക്കാർക്കും സഹായിക്കാൻ കഴിയില്ല. എന്റെ തേട്ടങ്ങൾക്ക് ഉത്തരമേകാൻ കഴിയില്ല. പടച്ച റബ്ബിന് മാത്രമാണ് അത് കഴിയുന്നവൻ. അതുകൊണ്ട് ജീവിതത്തിൽ ഏതു ഘട്ടം വന്നാലും എന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്ന ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. അത് ബോധ്യപ്പെടുത്തുന്ന 2 വചനങ്ങളാണ് സൂറത്ത് അഹ്സാബിൽ അല്ലാഹു തആല വിശദമാക്കുന്നത്. യുദ്ധവേളയിൽ ശത്രു സൈന്യത്തെ മുന്നിൽ കാണുമ്പോൾ ഉണ്ടായ 2 തരം നിലപാടുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഒന്ന് മുഅ്മിനീങ്ങളുടെ, വിശ്വാസികളുടെ പ്രഖ്യാപനമാണ്. മറ്റൊന്ന് മുനാഫിഖീങ്ങളുടെ പ്രഖ്യാപനമാണ്. നേർക്ക് നേരെ ശത്രു സൈന്യത്തെ കണ്ട് ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതളുന്നൂന ബില്ലാഹി ളുനൂന എന്നാണ്. ശത്രു സൈന്യമൊന്നാകെ ആക്രമിച്ചു വരുന്നത് നേർക്ക് നേരെ കാണുന്ന ആ സമയത്ത് വല്ലാത്ത പ്രയാസമായി തൊണ്ടക്കുഴിയിലേക്ക് കൽബെത്തുമാറുള്ള പ്രയാസഘട്ടങ്ങളായി വന്നു. വിശ്വാസികൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ടു, വിറപ്പിക്കപ്പെട്ടു. പലരും പലതരം വിചാരങ്ങൾ വെച്ചു പുലർത്തുന്ന ഘട്ടമുണ്ടായി എന്നാണ്. ആ സമയത്ത് കപടന്മാര്, വിശ്വാസമില്ലാത്ത കാപ്പറ്റമുള്ള ആളുകൾ, പടച്ച റബ്ബിനെ പറ്റി വിശ്വാസം ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത, ബോധ്യമില്ലാത്ത, ബാഹ്യമായി മാത്രം വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന മുനാഫിഖുകൾ, അവർ പറഞ്ഞ വാക്ക് അല്ലാഹു തആല എടുത്തുദ്ധരിക്കുന്നു. മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. മുനാഫിഖുകൾ, അതേപോലെ വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഖൽബിൽ രോഗമുള്ള ആളുകൾ എന്നാണ്. ഈമാൻ ഉറച്ചിട്ടില്ലാത്ത, അല്ലാഹുവിനെ പറ്റി യഖീനില്ലാത്ത, ബോധ്യമില്ലാത്ത, പേരിന് മാത്രം മുസ്ലിമായി കൂടെ കൂടി നടക്കുന്ന ആളുകൾ, അവരൊക്കെ പറഞ്ഞു മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അല്ലാഹുവും റസൂലും നമ്മോട് ചതിയാണ് ചെയ്തു പോയത് എന്ന് പറഞ്ഞു പോയി എന്നാണ്. അല്ലാഹ് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട്, പടച്ച റബ്ബിന് സഹായമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തേ പണ്ടായത്? 10,000-കണക്കായ ശത്രു സൈന്യമൊന്നാകെ ആർത്തിച്ച് വരുന്നു. ഇതാണോ അല്ലാഹുവും റസൂലും നമ്മോട് വാഗ്ദാനം ചെയ്തത്? അവർ നമ്മോട് വാഗ്ദാനം ചെയ്ത് ചതിയായിരുന്നുവെന്ന് പറഞ്ഞു പോയി എന്നാണ്. മുനാഫിഖുകൾ പറഞ്ഞു, നബിയല്ലേ പറഞ്ഞത്, കിസ്റ കൈസർ വരെ നമ്മൾ അധികാരത്തിൽ വരും, അവിടേക്ക് ആധിപത്യമുണ്ടാകും, ആ പ്രദേശങ്ങളെല്ലാം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഇതാ നമ്മൾ ഇവിടെ വെച്ച് നശിപ്പിക്കപ്പെടുകയാണല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ, നബി നമ്മെ പറ്റിച്ചുപോയി, അല്ല നമ്മളെ പറ്റിച്ചുപോയി എന്ന് മുനാഫിഖീങ്ങൾ പറഞ്ഞുവെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. മാത്രവുമല്ല, ചിലരൊക്കെ പറഞ്ഞു നമുക്ക് മെല്ലെ മടങ്ങിപ്പോകാം, യുദ്ധം ചെയ്യാനൊന്നും കഴിയില്ല, വലിയ സൈന്യമാണ്, നമ്മെക്കൊണ്ട് ശേഷിയില്ല, അതൊന്നും കൈകാര്യം ചെയ്യാൻ മാത്രം നമുക്ക് പറ്റിയതല്ല, അതുകൊണ്ട് മടങ്ങിപ്പോകാൻ നമുക്ക് എന്ന് പറഞ്ഞു. ഇത് കാലത്തോ ഇഫത്തും മിൻഹും യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ, മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയുകയും, ചിലർക്ക് സ്വകാര്യത്തിൽ നബിയെ വന്ന് കണ്ട്, നബിയെ ചില പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വീട്ടിലൊക്കെ പ്രയാസമാണ്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് അനുവാദം വാങ്ങിപ്പോകാൻ പോലും ശ്രമിച്ച ആളുകൾ ഉണ്ട് എന്ന് അല്ലാഹു തആല എടുത്തു പറയുന്നു. അതേസമയം അതേ സൈന്യത്തെ കാണുമ്പോൾ വിശ്വാസികളുടെ നിലപാടല്ല അപ്പുറത്ത് പറഞ്ഞു. വലമ്മാ റഅൽ മുഅ്മിനൂന അഹ്സാബ ഖാലു
ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു. സത്യവിശ്വാസികൾ പറഞ്ഞു, ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു, ഇതാണ് അല്ലാഹ് പറഞ്ഞ വാഗ്ദാനം, ഇതാ റസൂൽ പറഞ്ഞ വാഗ്ദാനം. വസദഖല്ലാഹു വറസൂലുഹു, അല്ലാഹ് പറഞ്ഞ സത്യമാകുന്നു, നബി തങ്ങൾ പറഞ്ഞ സത്യമാകുന്നു. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ, വിശ്വാസമല്ലാതെ അല്ലാഹ്ക്ക് പൂർണ്ണമായും കീഴ്പ്പെടലല്ലാതെ അവർക്ക് വർദ്ധിച്ചില്ല എന്നാണ്. എത്ര വലിയ പ്രതിസന്ധി മുന്നിൽ കണ്ടപ്പോഴും പടച്ച റബ്ബിന്റെ വാഗ്ദാനം സത്യമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ വിശ്വാസികൾ. ഈ രണ്ട് നിലപാടാണ് അല്ലാഹു തആല വേർതിരിച്ച് ഇവിടെ പറഞ്ഞത്. ഒരേ വിഷയത്തെ രണ്ട് രൂപത്തിൽ നോക്കി കണ്ടു. പ്രയാസങ്ങൾ വരുമ്പോഴേക്ക്, ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്ക്, എന്താ അല്ലാഹ് ഇങ്ങനെ, എന്താ എന്റെ കാര്യത്തിൽ പഠിച്ചോണ്ട് ഇങ്ങനെ തീരുമാനിച്ചത്, ഞാൻ എത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ ആയത് എന്ന് തുടങ്ങി അള്ളാഹിനെ കുറ്റപ്പെടുത്തുന്ന, പടച്ചറബിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന, അതൊക്കെ എന്തോ ഒരു വലിയ പ്രയാസമായി പോയി വിചാരിക്കുന്ന ആളുകൾ യഖീനില്ലാത്തവരാണ്. മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടും, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വരും, ബുദ്ധിമുട്ടുകൾ വരും, സാമ്പത്തിക വിഷമങ്ങൾ വരും, ശാരീരിക പ്രയാസങ്ങൾ വരും, വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഓരോന്ന് വരുമ്പോഴും എന്താ റബ്ബ് ഇങ്ങനെ, എന്താ പഠിച്ചോൻ ഇങ്ങനെ, എന്താ എന്റെ കാര്യമൊക്കെ ഇങ്ങനെ നടക്കാതെ പോകുന്നത്, അവിടൊക്കെ നിരാശ വരികയാണ്. അള്ളാഹിനെ പറ്റി ബോധ്യമില്ല. അതാ മുനാഫിക്കളാ വാക്ക് അല്ലാഹ് പറഞ്ഞത്, അത് വാഗ്ദത്ത ലംഘനമാകുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അള്ളാഹിനെ പറ്റി വ്യത്യസ്തമായ വിചാരങ്ങൾ, തെറ്റായ വിചാരങ്ങൾ, ദുഷിച്ച തെറ്റായ ധാരണകൾ പടച്ച റബ്ബിനെ പറ്റി വെച്ചു പുലർത്തുന്ന ആളുകളെയാണ് കപടന്മാരുടെ സ്വഭാവം അല്ലാഹു തആല പരിചയപ്പെടുത്തി. നേരെ മറിച്ച് എന്തു വന്നാലും ശരി, എന്റെ റബ്ബ് എന്നോട് എന്താണോ കണക്കാക്കിയത്, എന്റെ റബ്ബ് എനിക്ക് എന്താണോ വാഗ്ദാനം ചെയ്തത്, അത് ഉണ്ടാകുമെന്ന ആ ബോധ്യമാണ്. അതാണ് ഖലാ ഖദറിലെ വിശ്വാസം, അതാണ് യഖീൻ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്ന് പറഞ്ഞ യഖീനുള്ള ആളുകൾ, പടച്ച റബ്ബിനെ കുറിച്ച് യഖീനുള്ള ആളുകൾ. അല്ലാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നൊന്നും ആലോചിക്കാനില്ല. ഒരു കാര്യം വിശുദ്ധ ഖുർആനിലുണ്ട്, പ്രവാചക അധ്യാപനങ്ങളുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അത് സത്യമാണ്. എനിക്ക് എങ്ങനെ തിരിച്ചു ബോധ്യപ്പെട്ടാലും ശരി, തിരിച്ചനുഭവപ്പെട്ടാലും ശരി, അല്ലാഹ് പറഞ്ഞതാണ് ശരി, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന ആ ബോധ്യമാണ്. കിസ്റയും കൈസറിനെയും നിങ്ങൾ അധീനപ്പെടുത്തുമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒന്നാകെ വലയം ചെയ്യപ്പെട്ട് മദീനക്കാരെ നാശമായി എന്ന് പലരും പറഞ്ഞപ്പോ മുനാഫിക്കുകൾ പറഞ്ഞു, കണ്ടോ മുഹമ്മദ് നബി പറഞ്ഞു കിസ്റ കൈസറിനെ നമ്മൾ കീഴ്പ്പെടുത്തുന്നത്, ഇപ്പൊ നമ്മൾ തന്നെ നശിക്കാൻ പോവുകയാണ് എന്ന രൂപത്തിന് നബി തങ്ങളുടെ ആ വാക്കുകളെ പോലും പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടായി. വിശ്വാസികൾ അത് ബോധ്യമായി എടുത്തു. അവസാനം അതാ ഉണ്ടായത്, കിസ്റ കൈസറിനെ പരാജയപ്പെടുത്തി. അന്നത്തെ വലിയ റോമ സാമ്രാജ്യമൊക്കെ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. പിന്നീട് അള്ളാഹു പറഞ്ഞ വാഗ്ദാനം യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തത്. ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ തൽക്കാലം ബോധ്യപ്പെട്ടില്ല എന്ന് വന്നേക്കാം, തൽക്കാലം ചില പരീക്ഷകൾ വന്നേക്കാം, പക്ഷെ എപ്പോഴും സഹായം ഉണ്ടാവുക. ഇന്നമൻ നസ്റു മഅസ് സബ്ർ വൽ ഫറജു മഅൽ കർബ് എന്നാണ്. ക്ഷമയോടൊപ്പമാണ് സഹായം ഉണ്ടാവുക, പ്രയാസമുണ്ടായിട്ടാണ് ആശ്വാസം ഉണ്ടാവുക. വഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തിന്റെ കൂടെയാണ് ആശ്വാസം ഉണ്ടാവുക. അല്ലാതെ എല്ലാം ആശ്വാസം മാത്രമായി, എല്ലാം സൗകര്യം മാത്രമായി പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അല്ലാഹ് പറഞ്ഞുവല്ലോ, മിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസ്വാബഹു ഖൈറുൻ തുമഅന്ന ബിഹി. ചില ആളുകൾ പടച്ച റബ്ബിനെ ആരാധിക്കുക ഒരു തെല്ലിൽ നിന്നുകൊണ്ടാണ്, ഒരു അറ്റത്ത് തെല്ലത്തിൽ നിന്നുകൊണ്ട് റബ്ബിനെ ആരാധിക്കും. എല്ലാം ഖൈറാണെങ്കിൽ അവനെല്ലാം സമാധാനമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, എല്ലാം വിചാരിച്ച പോലെ ഇങ്ങനെ നടന്നു പോകുന്നു എങ്കിൽ ഇതുമഅന്നബിഹി, വല്ലാത്ത സമാധാനമാണ് അവന്. അതേസമയം വല്ല ബുദ്ധിമുട്ടും വന്നാലോ വല്ല പ്രയാസം വന്നാലോ ഇൻഖലബ അലാ വജ്ഹി, തിരിഞ്ഞു പോകുന്നവൻ ഖസറദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവും നഷ്ടമായി പരലോകം നഷ്ടമായി എന്ന് അല്ലാഹു തആല ശേഷം ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ എല്ലാം സുഖവും സന്തോഷമായി പോകുമ്പോ ഒക്കെ അൽഹംദുലില്ലാഹ് പറയാനുണ്ടാകും. എന്നാൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും മേൽക്കുമേലെ വരുമ്പോൾ ഇത് പടച്ച റബ്ബിന്റെ വാഗ്ദാനമാണ്, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്, എന്റെ റബ്ബ് എനിക്ക് അതിലും ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിക്കാൻ വിശ്വാസികൾക്ക് പറ്റണം. ഒരു മുള്ളു കുത്തിയാൽ പോലും ദോഷം പൊറുക്കുമെന്ന് ഓഫർ ചെയ്യപ്പെട്ടവരാണ് സത്യവിശ്വാസികൾ. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, മായുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹസനിൻ ഹത്താ ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ. സത്യവിശ്വാസി കേൾക്കുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നിരാശകൾ, ടെൻഷനുകൾ, ഹത്താ ശൗകതി യുശാഖുഹാ, അവൻ ഏൽക്കുന്ന ഒരു മുള്ളു പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ, അവന്റെ പാപങ്ങൾ
അത് മുഖേന പടച്ച റബ്ബ് പുറത്തു കൊടുക്കാതിരിക്കില്ല എന്നാണ്. അതിലേറെ ഖൈറ് മറ്റെന്താണ്? കാതിൽ മുള്ളു കുത്തിയാൽ ദോഷം പൊറുക്കുന്നു, ജലദോഷം വന്നാൽ ദോഷം പൊറുക്കുന്നു, ഒരു ടെൻഷൻ ഉണ്ടായാൽ ദോഷം പൊറുക്കുന്നു, പ്രയാസവും പരീക്ഷണവും വന്നാൽ ദോഷങ്ങൾ പൊറുക്കുന്നു, നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നു. അതിലേറെ വലിയ ഖൈറ് മറ്റെന്താണ്? ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ പടച്ച റബ്ബ് കണക്കാക്കിയത് അത്തരം ചില ഖൈറുകൾക്ക് വേണ്ടിയായിരിക്കാം, നമുക്കറിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് പ്രതികൂലമാണ് എന്ന് നാം വിചാരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴേക്ക് പടച്ചോനെ കുറ്റപ്പെടുത്തുകയല്ല, അള്ളാനെ തള്ളിപ്പറയുകയല്ല. പടച്ച റബ്ബിനിക്ക് അതിൽ ചില ഖൈറുകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബും അല്ലാഹുവിന്റെ റസൂലും സത്യമേ പറയൂ, ശരിയായ വാഗ്ദാനമേ ചെയ്യൂ, ആ വാഗ്ദാനത്തെ ലംഘിക്കുകയില്ല, പറഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോവുകയില്ല. വിശുദ്ധ ഖുർആനിൽ വന്നത്, സ്വഹീഹ ഹദീസിൽ വന്നൊരു കാര്യം തെറ്റുകയില്ല, അത് യാഥാർത്ഥ്യമാണ്. ആകാശഭൂമികളെ പടച്ചവനാണ് ഈ പറയുന്നത്, മനുഷ്യനെ പടച്ചവനാണ് ഈ പറയുന്നത്, മനുഷ്യ ബുദ്ധിയെ സൃഷ്ടിച്ചവനാണ് ഈ പറയുന്നത്, പരലോകത്തെയും ഇഹലോകത്തെയും സംവിധാനിച്ചവനാണ് ഈ പറയുന്നത്. അവനാണ് വഹി ഇറക്കുന്നത്, ഭാവി ഭൂത വർത്തമാനങ്ങളെ ഒരുപോലെ അറിയുന്നവനാണ്, അത് സംവിധാനിച്ചവനാണ് ഈ പറയുന്നത്. എങ്കിൽ അവനും പറഞ്ഞൊരു കാര്യം അതിങ്ങനെ തെറ്റായി മാറും. നമുക്കൊരു പക്ഷെ ആപേക്ഷികമായി തൽക്കാലം അത് ബോധ്യപ്പെട്ടില്ലായിരിക്കാം, അതിനെതിരായ പക്ഷെ തൽക്കാലം തോന്നിയേക്കാം. താൽക്കാലികം മാത്രമാണ്. നമ്മുടെ തോന്നലുകൾക്കെല്ലാം, നമ്മുടെ അനുഭവങ്ങൾക്കെല്ലാം, നമ്മുടെ ആ നിലക്കുള്ള ചിന്തകൾക്കെല്ലാം തെറ്റുപറ്റാത്തത് പടച്ച റബ്ബിന്റെ വചനങ്ങൾക്കാണ്, വഹ്യികൾക്കാണ് തെറ്റുപറ്റാത്തത്. അതുകൊണ്ട് ആ പ്രമാണങ്ങൾ എന്ത് സ്ഥിരപ്പെട്ടുവോ അത് സ്വീകരിക്കാൻ, അതാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മുടെ മനസ്സിന് സാധിക്കണം. റബ്ബിലേക്ക് പൂർണ്ണമായും മനസ്സുകൊണ്ട് മടങ്ങാൻ പറ്റണം. ആ റബ്ബിലുള്ള യഖീന്, ഉറച്ച ബോധ്യം, ഉറച്ച വിശ്വാസം, ഒരു സംശയമില്ലാത്ത വിധം. സുമ്മലം യർതാബു എന്നല്ല പറഞ്ഞുവല്ലോ, പിന്നീട് സംശയമില്ലാന്ന്. അല്ലാഹുവിനെ വിശ്വസിച്ചു, റസൂലിനെ വിശ്വസിച്ചു, സുമ്മലം യർതാബു, പിന്നെ സംശയിക്കുന്നില്ല. അതാണ് ശരിയായ വിശ്വാസം എന്നത്. ആ നിലക്കുള്ള വിശ്വാസികളായി മാറാൻ പരിശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ ജീവിതത്തിലെ ഏതേത് സാഹചര്യങ്ങളിലും പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഉറച്ച ബോധ്യവും തവക്കുലും തന്നെയാണ് സമാധാനത്തിന്റെ, ശാന്തിയുടെ എല്ലാം അടിസ്ഥാനം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് കൽബുകൾക്ക് സമാധാനമുണ്ടാവുക. യഥാർത്ഥത്തിൽ ഖലാഖ് വിശ്വാസം എന്നത് മനുഷ്യ നൽകുന്ന സമാധാനം ചെറുതൊന്നുമല്ല. എന്തു സംഭവിച്ചാലും അതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്, അവന്റെ നിശ്ചയമാണ് എന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അവന് നിരാശപ്പെടുന്ന പ്രശ്നമില്ല. കിട്ടിയതിൽ മതിമറന്ന് സന്തോഷിക്കുകയുമില്ല, നഷ്ടപ്പെട്ടതിലൊട്ട് നിരാശ ഉണ്ടാവുകയുമില്ല. ഷമാലുക്കളായി അള്ളാഹു പരിചയപ്പെടുത്തിയത് അത്തരക്കാരെയാണ്. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു മുസീബത്ത് അവരെ ബാധിച്ചാലും അവിടെ പ്രഖ്യാപനം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് കേവലം ഒരു വാക്കല്ല, നാവ് കൊണ്ട് പറഞ്ഞു പോകുന്ന കേവലം ഒരു വാക്കല്ല, അത് മനസ്സിന്റെ നിലപാടാണ്, അത് മനുഷ്യന്റെ വിശ്വാസമാണ്. എന്തു വന്നാലും, എത്ര വലിയ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചുവെന്ന് കേട്ടാലും, വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞു എന്ന വാർത്ത കേട്ടാലും സത്യവിശ്വാസി അറ്റാക്കായി മരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അവനെ സംബന്ധിച്ച് ഇന്നാദില്ല ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാം അല്ലാഹുവിനുള്ളവരാണ്, നമ്മളൊക്കെ പഠിച്ചോനുള്ളതാണ്, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. ഇതൊരു ബോധ്യമാണ്. എത്ര വലിയ സമ്പാദ്യത്തിന്റെ ഉടമയാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അതിവിടെ ഒഴിവാക്കി പോകേണ്ടവരാണ് നമ്മളൊക്കെ.
എങ്കിൽ അതൊന്നാകെ തകർന്നത് കേട്ടാൽ അൽഹംദുലില്ലാ. നബി തങ്ങൾ പറയുമായിരുന്നു, എന്ത് ബാധിച്ചാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അൽഹംദുലില്ലാ, എല്ലാത്തിനും അൽഹംദുലില്ലാ. പടച്ചോന്റെ തീരുമാനം, അവന്റെ നിശ്ചയം, അതാണ് നടക്കുന്നത്. ഇതിനേക്കാൾ ഏറെ സമാധാനം കിട്ടാനുള്ള വഴി എന്താ? ഇത് മാറ്റിവെച്ചിട്ട് നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ അധ്വാനങ്ങളും അതിലെല്ലാം അവലംബിച്ച് അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. പലപ്പോഴും ഭൗതികമായ സാഹചര്യങ്ങൾ അവയുമായി ബന്ധപ്പെടുമ്പോൾ തോന്നും, ഇതും കൂടെ ആയാൽ എന്റെ എല്ലാ പ്രശ്നവും തീരും. ഇല്ല, അതാകുമ്പോ വേറെ പ്രശ്നങ്ങൾ വരും. വീടില്ലാത്തവൻ വിചാരിക്കും, ഒരു വീടായി കിട്ടിയാൽ ബാക്കി ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. എത്ര കാലമായി വാടകയ്ക്ക് താമസിക്കുന്നു, എത്ര കാലമായി ഇങ്ങനെ പ്രയാസപ്പെടും, സ്വന്തമായ ഒരു വീടില്ലാതെ. ആ ഒരു വീടായി കിട്ടിയാൽ ബാക്കി ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു വീട്ടിൽ കിടക്കാൻ സൗകര്യമുണ്ടായിട്ട് സമാധാനമില്ലാത്ത എത്ര മനുഷ്യന്മാർ അപ്പുറത്തുണ്ട്. വലിയ വലിയ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ അവർക്കുണ്ട്, ഓരോരുത്തർക്കും സെപ്പറേറ്റ് റൂമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ വീട്ടുകാർ ചെല്ലാൻ മനസ്സമ്മതിക്കുന്നില്ല, ഒരു സമാധാനവും ഇല്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ സമാധാനം ഉണ്ട്, വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു സമാധാനം നഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ എത്ര ഉണ്ട്. ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ വിചാരിക്കും, ഒരു ജോലി കിട്ടിയാൽ പിന്നെ ഒന്നുണ്ട് ഇല്ല, ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല, ഒരു ജോലി ആയി കിട്ടിയാൽ മതി. അതിനുവേണ്ടി കൊല്ലങ്ങളായി സ്വപ്നങ്ങൾ നടക്കുന്ന മനുഷ്യന്മാർ. പല ആളുകൾക്കും പ്രയാസം അവർ കിട്ടിയ ജോലിയാണ്. ജോലി ഭാരം കൊണ്ട് ആത്മഹത്യ മനുഷ്യന്മാരെ കഥകൾ നമ്മൾ കേൾക്കുന്നു. ജോലി കൊണ്ട് കുടുങ്ങിയ ആളുകൾ, ഒന്നിനും സ്വസ്ഥല്ല, ഒന്നിനും സമാധാനമല്ല, ആകെ ഇടങ്ങാറായി പോയി എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരില്ല. മക്കളില്ലാത്തവർക്ക് അതാണ് പ്രയാസമെങ്കിൽ ശരിക്കും മക്കളെ കൊണ്ടാണ് എല്ലാ പരീക്ഷണവും ഉണ്ടാവുക. ആ മക്കളെ കൊണ്ട് കുടുങ്ങിയ മനുഷ്യന്മാർ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ആളുകളെ ഫേസ് ചെയ്യാൻ വയ്യ, മക്കളെ കൊണ്ട് വഷളാക്കപ്പെട്ട മനുഷ്യന്മാർ എത്രയുണ്ട്. അപ്പൊ സഹോദരൻ, നമുക്കുണ്ടാകുന്ന സൗകര്യങ്ങളും നമ്മുടേതായ പരിശ്രമങ്ങളും അതുകൊണ്ട് എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് ആകുന്ന കാര്യമില്ല. പടച്ച റബ്ബാണ് എല്ലാം നൽകുന്നവൻ, അള്ളാഹുവാണ് എല്ലാം നിശ്ചയിക്കുന്നവൻ. ആ റബ്ബിലേക്ക് മനസ്സുകൊണ്ടടുക്കുക, പടച്ച റബ്ബിൽ തവക്കുലാക്കുക, അല്ലാഹ് മതി എന്ന ബോധ്യം ഉണ്ടാവുക, ആ റബ്ബിനോട് ഖൈറിനെ ചോദിക്കുക. അതിലാണ് സത്യവിശ്വാസിക്ക് സമാധാനമുള്ളത്. അപ്പൊ ഏത് പ്രശ്നം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എത്ര സന്തോഷം വന്നാലും എല്ലാം റബ്ബിനെ ഓർത്തുകൊണ്ട് അവൻ കൈകാര്യം ചെയ്യുകയുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. കാരണം അവന്റെ മുഴുവൻ കാര്യവും ഖൈറാണ്. സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ആ സാഹചര്യം ഇല്ലതാനും എന്ന് നബി ഞങ്ങൾ വിശദീകരിച്ചു. ഇദാ അസ്വാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ വഇൻ അസ്വാബതുഹു ളറാഉ സബറ ഫകാന ഖൈറൻ ലഹു. അവന് സന്തോഷം വന്നാൽ ശകറ, ശുക്ർ കാണിക്കുന്നു, അതവന് ഖൈറാണ്. പ്രയാസങ്ങൾ വന്നാൽ സബറ, ക്ഷമിക്കുന്നു, അതും അവന് ഖൈറാണ്. പ്രയാസം വന്നു, ബുദ്ധിമുട്ട് വന്നു, പരീക്ഷണം വന്നു, കഷ്ടപ്പാട് വന്നു, രോഗം വന്നു, അൽഹംദുലില്ലാ, അതിന് ക്ഷമയാണ്. അതിനവന് വല്ലാത്ത നിരാശ ഒന്നും ഉണ്ടാവില്ല, അതിൽ അള്ളാഹിനെ കുറ്റപ്പെടുത്തൂല, അതിനവന് ആകെ ടെൻഷനാവൂല, അതിനും ക്ഷമിക്കുന്നു. അല്ല, വലിയ സന്തോഷമാണ്, ഇഷ്ടം പോലെ എല്ലാം നടക്കുന്നു, എല്ലാ സൗകര്യവും ഉണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസവുമില്ല, എല്ലാം റാഹത്താണ്, അൽഹംദുലില്ലാ, അള്ളാഹിനെ മറക്കുന്നില്ല. അല്ലാത്തവനോ കാര്യങ്ങൾ നടക്കുമ്പോഴേക്ക് അള്ളാഹിനെ മറന്ന് ധിക്കാരിയായി പോകുന്നു. കാര്യങ്ങൾ മുടങ്ങുമ്പോൾ നിരാശപ്പെട്ട് ആ നിലക്ക് അവൻ വഴിപിഴച്ചു പോകുന്നു. വിശ്വാസി അങ്ങനെയല്ല. അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നിലവാരത്തേക്ക് സഹോദരന്മാരെ നമുക്ക് എത്താൻ പറ്റണം. ജീവിതത്തിൽ ആ ഒരു സമാധാനം അടഞ്ഞ ഒരു അവസ്ഥ, അതാ ഈമാൻ. അമ്ന് എന്ന പദത്തിൽ നിന്നാണ് ഈമാൻ എന്ന പദം ഉണ്ടാകുന്നത്. അമ്ൻ എന്നാൽ നിർഭയത്വം എന്നാണ്. നിർഭയത്വം, അതിൽ നിന്നാണ് ഈമാൻ, വിശ്വാസം എന്ന പദം ഉണ്ടായത്. നിർഭയത്വമാണ്. അല്ലാഹുവല്ലാതെ വേറാളും പേടിക്കുന്നില്ല. പടച്ചോനെ മാത്രമേ ഭയമുള്ളൂ, റബ്ബിനെ മാത്രമേ പ്രതീക്ഷയുള്ളൂ, റബ്ബിലേക്ക് മാത്രമേ എല്ലാം സമർപ്പിക്കുന്നുള്ളൂ, മറ്റൊരാളെയും പേടിയില്ല, മറ്റൊന്നും ഭയമില്ല, ഏതിനെയും അവലംബിക്കുന്നില്ല, ഏതിനെയും ആശ്രയിക്കുന്നില്ല. അവന്റെ ആശ്രയം പടച്ച റബ്ബ് മാത്രം. നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിച്ചോ. സഹായം ചോദിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിൽ നീ സഹായം തേടിക്കോ. ആ റബ്ബിനല്ലാതെ എന്നെ സഹായിക്കാൻ കഴിയില്ല. മറ്റാര് സഹായിക്കുന്നു പറഞ്ഞാലും ശരി, ആരും സഹായിക്കൂല. അമ്പിയാക്കളോ ഔലിയാക്കളോ മരിച്ചവരോ അല്ലാത്തവരോ മലക്കുകളോ ജിന്നുകളോ പടപ്പുകളോ ആരും തന്നെ മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്നവരല്ല.
അങ്ങനെ ഒരാളിൽ നിന്നും ഒരു സഹായം പ്രതീക്ഷിക്കേണ്ടതില്ല. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പടച്ച റബ്ബ് എന്താണോ കണക്കാക്കിയത്, എങ്ങനെയാണോ കണക്കാക്കിയത്, ആ കാര്യം അങ്ങനെ നടക്കുന്നുവെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനെ മറികടന്ന് നമ്മുടെ ജീവിക്കാനും കഴിയില്ല, നടത്താനും കഴിയില്ല. അല്ലാഹുമ്മ, പടച്ച റബ്ബിനോട് എല്ലാ ദിവസവും നിസ്കാര ശേഷം നമ്മൾ പറയുന്ന വാക്കാണ് ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവനുമില്ല. അതൊരു ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിരാശ ഉണ്ടാവുക? അല്ലെങ്കിൽ മക്കളെ വിവാഹം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ വരുന്നു, ഒരുപാട് കേസുകൾ വരുന്നു, ഒന്നും ശരിയാകുന്നില്ല. ഇതിങ്ങനെ ശരിയായി എന്ന് വിചാരിക്കുമ്പോഴേക്ക് പിന്നെയും കാണാൻ മുടങ്ങിപ്പോകും. അതൊക്കെ അവന് സമയം നിരാശയില്ല. എന്റെ റബ്ബ് കണക്കാക്കിയ സമയമായിട്ടില്ല, എന്റെ റബ്ബ് നിശ്ചയിച്ച ആ വരൻ എത്തിയിട്ടില്ല, അതെത്തുമ്പോ ശരിയാവും. അതിനു മുമ്പ് ആര് വിചാരിച്ചാൽ നടത്താനും കഴിയില്ല, അതിനപ്പുറത്തേക്ക് ആര് വിചാരിച്ചാലും മുടക്കാനും കഴിയില്ല. അങ്ങനെ വന്നാൽ പിന്നെ ടെൻഷനില്ല. അല്ലെങ്കിൽ പിന്നെ അയാൾ മുടക്കാണ്, ഇയാൾ മുടക്കാണ്, മറ്റോ മുടക്കാണ്, അതൊന്നും ആര് മുടക്കാനും മുടങ്ങൂല. അല്ല കണക്കാക്കി. ആര് നടത്താൻ തീരുമാനിച്ചാലും നടക്കുകയുമില്ല, പടച്ച റബ്ബ് കണക്കാക്കാതെ. ഏത് രംഗത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കുക. റബ്ബ് അനുവദിച്ച, റബ്ബ് ആവശ്യപ്പെട്ട നിമിത്തങ്ങളെ, സംവിധാനങ്ങളെ, വ്യവസ്ഥകളെ ഉപയോഗപ്പെടുത്തുക. അതാണ് വിശ്വാസം ചെയ്യേണ്ടത്. അസ്ബാബുകളെ സ്വീകരിക്കുക, റബ്ബിൽ തവക്കുലാക്കുക. പഠിച്ചെന്താണോ ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യാം. രോഗം വന്നാൽ ചികിത്സിക്കാൻ പറഞ്ഞു, ചികിത്സിക്കുക. ചികിത്സ കൊണ്ട് മാത്രം മാറുമോ? ഇല്ല. പഠിച്ച റബ്ബാണ് ശിഫ നൽകുന്ന ഷാഫി. അത് റബ്ബിനോട് ദുആ ചെയ്യുക. പഠിച്ചോൻ തന്നെ പറഞ്ഞു നിങ്ങൾ ചികിത്സിക്കണം, അത് ചെയ്യാം. പരിശ്രമിക്കണം, അധ്വാനിക്കണം, ജോലി ചെയ്യണം, അതൊക്കെ അല്ലാഹ് ആവശ്യപ്പെട്ടു, അത് ചെയ്യുന്നു. അതിനപ്പുറമുള്ളത് പടച്ച റബ്ബിലേക്ക് വിടുന്നു. അതാണ് തവക്കുൽ. ആ നിലക്കുള്ള യഖീനുള്ളവരായി, ശരിയായ തവക്കുലുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആന്റെ പഠനത്തിലൂടെ, ഹദീസുകളുടെ പഠനത്തിലൂടെ, മുൻഗാമികളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ജീവചരിത്രം പഠിക്കുന്നതോടൊക്കെ ഈ യഖീൻ വർദ്ധിപ്പിക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. അത്തരം വഴികൾ കൂടി നാം ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.